നിങ്ങൾ പോയില്ല, പോകാനും പറ്റില്ല. എത്ര രൂപ കണ്ടിട്ടില്ല ഇന്ന് വരാം. ഞാൻ നോക്കുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഭാഗത്തൊരു ഷോള് വരും, ഡെന്നീസിന് വരും. അപ്പോൾ ഡെന്നീസിൻ്റെ കുറച്ചിരുന്ന ആ ബെഞ്ച് മൊത്തം ഡെന്നീസിൻ്റെയാണ്, പള്ളി മൊത്തം ബെഞ്ച്. ഒരു ഡെസ്ക് ബെഞ്ചിന് ഒരെണ്ണത്തിന് അതാ ഞാൻ ആലോചിക്കുന്നത്. മൊത്തം അത് കൊടുക്കുന്നത്. അപ്പോൾ അയാൾ വരുമ്പം അയാൾക്ക് സീറ്റ് പോലും കാണത്തില്ല, ഒരു കസേര മാറ്റി. അപ്പം ഞങ്ങൾ വീട്ടിൽ ടെന്നീസ് കൊടുത്ത് എന്ന് ഞങ്ങൾ പറയും. മുട്ടുകുത്തുന്ന ഇതില്ലേ അപ്പുറം ഇപ്പുറം ഉള്ളവർക്കെല്ലാം ഇങ്ങനെ ബെഡുണ്ട്, ഇങ്ങനെ അപ്പുറത്തൊന്നുമില്ല, ലോങ് വീടുന്നു. ഇപ്പം ഇതിന് ഞായറാഴ്ച കാണും ഇവരെന്നെ ഇങ്ങനെ നോക്കും. ഞാൻ മൈൻഡ് ചെയ്തിരുന്ന അറിയാം. പണ്ട് ഭയങ്കര കൂട്ടായിരുന്നു. ചേച്ചി ആ കൂട്ടി വെച്ച് ചേട്ടൻ അവിടെ നിന്ന് അപ്പം ആ കൂട്ടി വെച്ച് ചേച്ചി പോയതാ. ഇത് ഇംഗ്ലീഷിന് വലിയ ഇതൊക്കെ അവിടെ ഇലക്ട്രിക്കൽ പറഞ്ഞ ചേച്ചിയുമായിട്ട് ഭയങ്കര സ്നേഹമായിരുന്നു. അവിടെ ഒരു മൈൻഡ് പോലും ചെയ്തില്ല. ഷോളി വലിയ ആ വീട്. ചേച്ചി ഞാൻ അന്ന് നിങ്ങളോടൊന്നും പറഞ്ഞില്ല, ചേച്ചി കുഞ്ഞതാ. അപ്പം എന്തെങ്കിലും ജോലി നോക്കുന്നത് ഭയങ്കര കൂട്ടില്ല. നമ്മുടെ അച്ഛനൊക്കെ അന്ന് നമ്മുടെ വീട്ടിൽ വലിയൊക്കെ ഷോളി വെച്ച പാവമായിരുന്നു. ചെന്നപ്പം ചേച്ചി എൻ്റെ എനിക്ക് ഇതുപോലൊരു വിഷമം ഉണ്ടായിരുന്നു, അതുപോലെ എനിക്ക് അതുകൊണ്ട് ഇവിടെ മൈൻഡ് കൊണ്ട് ചെയ്യത്തില്ല. എനിക്കറിയാം ഇവിടെ എൻ്റെ കാര്യം ഇവിടെ തന്നെ അറിയത്തില്ലായിരുന്നു. അവിടെ അപ്പോൾ അവിടെ എൻ്റെ ടെന്നീസ് പോലാളിയല്ലേ, അപ്പോൾ എന്നൊക്കെ ഒരു ഭവ്യത കാണിക്കുന്നുണ്ട്. പക്ഷെ അവർക്കങ്ങനൊന്നുമില്ല കേട്ടോ. ഞാൻ അവിടെ തന്നെ ഞാൻ എനിക്കായിരുന്നു പോയി. നമുക്കറിയാമല്ലോ ഇവർ ഇങ്ങനെ കുറച്ച് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് കുറച്ച് ഇവരെല്ലാം നിർദ്ദേശിക്കുന്നു. ഇവിടെ ഞാൻ പറഞ്ഞ എൻ്റെ കൂടെ ഇവിടെ ഇഹാ ഡിസൈൻസിൻ്റെ ഇവിടെ ആയിട്ട് അതൊക്കെ ചോദിച്ചു, വർത്താനം പറഞ്ഞു. വർത്താനം ഞാൻ സ്വന്തം ഇവിടെ വീടെന്ന് നാട്ടുകാരിയാണ്. ഞാൻ പറഞ്ഞു ഞാൻ പഴയങ്ങാടി അന്നമ്മയുടെ അനിയത്തിയാണോ? പിന്നല്ലേ എൻ്റെ ഫ്രണ്ട് അന്നമ്മ. ഞാനപ്പോൾ എല്ലാവരും ഇരിപ്പില്ലേ, പക്ഷെ എല്ലാവരും ഞാൻ പറഞ്ഞു ഫ്രണ്ടായിട്ടാണ് വീട്ടിൽ വന്നിട്ട് ഒരു മൈൻഡ് ഞാൻ. പക്ഷെ എല്ലാവരും ഇരിപ്പില്ലേ, ഒന്നും പറഞ്ഞു അവിടെ അയ്യോ എൻ്റെ ഫ്രണ്ട്. ഞാനപ്പോൾ ഞാൻ ആലോചിച്ചത് വീട്ടിൽ ഞാൻ ചേച്ചി അങ്ങനെ കാണിച്ചത് എൻ്റെ ഫ്രണ്ട് അന്നമ്മയെന്ന് പറഞ്ഞു. ഞാൻ മനസ്സിൽ പിള്ളേരുടെ കാര്യമൊക്കെ ചോദിച്ചു. ഞാൻ പോകുന്നു. ഞാൻ ചേച്ചിയെ രാത്രി ചേച്ചിയുടെ ഫ്രണ്ടിനെ കണ്ടു. ഏതാടി അവിടെ ചേച്ചി. ഞാൻ പറഞ്ഞ ചേച്ചി എന്താ പള്ളി വെച്ച് എല്ലാം എന്ന് പറയുമല്ലോ എല്ലാ ആഴ്ചയും കാണാം. നമ്മുടെ അനിയത്തിയാണോ എന്ന് എനിക്ക് സംശയമായിരുന്നു.